ഹലോ ആസ്പിരൻസ്, ഇൻ്റർണൽ സെക്യൂരിറ്റിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇൻസർജൻസി ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ സ്റ്റേറ്റ് വൈസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് നാഗാലാൻഡാണ് നോക്കുന്നത്. അതിൽ നാഗ ക്ലബ് എന്നുള്ളത് എങ്ങനെ ഫോം ചെയ്തെന്നുള്ളത് ഞാനൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം. കൂക്കി റിവോൾട്ട് സമയം, അതായത് 1917 തൊട്ട് 19 വരെ, ആൻഡ് ഓൾസോ വേൾഡ് വാർ ഫസ്റ്റ് 1914 മുതൽ 18 വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കുറച്ച് തൊഴിലാളികളെയും പോർട്ടേഴ്സിനെയും നാഗാ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലേബർ കോർപ്സിൻ്റെ ഭാഗമായിട്ട് 2000 നാഗാസിനെ ഫ്രാൻസിലേക്ക് സെൻഡ് ചെയ്തു. അവിടെ കുറച്ച് അതർ ബ്രിട്ടീഷ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ആ അതർ ബ്രിട്ടീഷ് ഇന്ത്യൻസ് ഈ പോയവരെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. അത് കാരണം അവർക്കൊരു ഐക്യബോധം വളർത്തേണ്ട കാര്യമുണ്ടായിരുന്നു. അതുപോലെ ദേ അഗ്രീഡ് ദാറ്റ് ആഫ്റ്റർ റിട്ടേണിങ്, ഈ തിരിച്ച് ഇന്ത്യയിലോട്ട് വന്ന ശേഷം അവർ യൂണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഈ നാഗ ട്രൈബ്സിനിടയിൽ യൂണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ അതൊരു ഒറിജിനേറ്റ് ചെയ്യും എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ നാഗാസ് ടുഗദർ വിത്ത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഫോംഡ് ദ നാഗ ക്ലബ്. അതെപ്പോഴായിരുന്നു? 1918. ഈ ക്ലബ്ബാണ് This club provided the socio-political foundation for the Naga nationalist movement. ഈ നാഗ ക്ലബ്ബാണ് നാഗ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനുള്ളൊരു അടിത്തറ എന്ന് പറയുന്നത്. In 1929 the club submitted memorandum to the Simon Commission. സൈമൺ കമ്മീഷന് നാഗ ക്ലബ്ബ് ഒരു മെമ്മറാണ്ടം സബ്മിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നാഗാസ് ഷുഡ് ബി ഗിവൺ എ ചോയ്സ് ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ ആഫ്റ്റർ ബ്രിട്ടീഷ് ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് പോയതിനു ശേഷവും നാഗാസിന് സെൽഫ് ഡിറ്റർമിനേഷനുള്ള ചോയ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 1918 നാഗ ക്ലബ് വാസ് ക്രിയേറ്റഡ് ബൈ ഫ്യൂ നാഗ ചീഫ്സ് ടു പ്രൊമോട്ട് നാഗ ഇൻട്രസ്റ്റ്. Okay, after a Naga delegation met the Simon Commission when it visited the Naga Hills in 1929, the British declared the Naga areas as an excluded area, keeping it aloof എന്ന് വെച്ച് കഴിഞ്ഞാൽ apart from the Indian mainstream. ഈ നാഗ ഹിൽസിലാണ് സൈമൺ കമ്മീഷൻ ഈ നാഗ ക്ലബ്ബായിട്ട് മീറ്റ് ചെയ്തത് 1929. അപ്പോൾ ബ്രിട്ടീഷ് ഈ നാഗ ഏരിയാസിനെ ഒരു എക്സ്ക്ലൂഡഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യൻ മെയിൻ സ്ട്രീമിൽ നിന്നും അപ്പാർട്ട് ഫ്രം ദി ഇന്ത്യൻ മെയിൻ സ്ട്രീം എക്സ്ക്ലൂഡഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ദിസ് വാസ് ഇൻ അഡീഷൻ ടു ആൻ 1873 റെഗുലേഷൻ നോൺ ആസ് ദ ഇന്നർ ലൈൻ. അതിനാണ് നമ്മൾ ഇപ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത്. ഇത് 1873 റെഗുലേഷൻ്റെ കൂടെ ഒരു അഡീഷൻ ആയിരുന്നു. ഈ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത് ട്രാവൽ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ട്രാവൽ ഡോക്യുമെൻ്റ് ആണ്. ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ ഇഷ്യൂ ചെയ്ത ട്രാവൽ ഡോക്യുമെൻ്റ് ആണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത്. വിച്ച് പ്രിവെൻറ്റഡ് പീപ്പിൾ ഫ്രം ദ പ്ലെയിൻസ് എൻറ്ററിങ് ദ നാഗ ഏരിയാസ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ്. അപ്പോൾ ഈ പ്ലെയിൻസ്, ഈ മല അടിവാരങ്ങൾ, അവിടെ നിന്നൊക്കെ ഈ നാഗ ഏരിയാസിലെ പീപ്പിൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. പക്ഷെ ക്രിസ്ത്യൻ മിഷണറീസിന് ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. അത് കാരണം ഈ ക്രിസ്ത്യാനിറ്റി റൂട്ട്സ് ആൻഡ് ഹെഡ്സ്, വൈൽ ക്രിസ്ത്യാനിറ്റി ടുക്ക് റൂട്ട്സ് ആൻഡ് ഹെഡ്, ഹണ്ടിങ് സ്റ്റോപ്ഡ്. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി അതിൻ്റെ ഏറ്റെടുത്ത ശേഷം ഹണ്ടിങ് സ്റ്റോപ്പ് ചെയ്തു. ദ ബ്രിട്ടീഷ് പോളിസി ഓഫ് ലീസ്റ്റ് ഇൻ്റർഫറൻസ് കെപ്റ്റ് ദ നാഗാസ് ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് അൺചേഞ്ച്ഡ്. അപ്പോൾ പക്ഷേ ബ്രിട്ടീഷ് പോളിസി ഈ നാഗ ക്ലബിന് അല്ലെങ്കിൽ നാഗ പീപ്പിൾസിന് ലീസ്റ്റ് ഇൻ്റർഫറൻസ്, അങ്ങനെ ഇടപഴകുന്നത് കുറവായിരുന്നു. അത് കാരണം തന്നെ അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ഒരു മാറ്റവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നു. ഈ ലാക്ക് ഓഫ് കോണ്ടാക്ട്, ഈ ഇടപഴകം ഇല്ലാത്ത കാരണം വിത്ത് മെയിൻ ലാൻഡ് ഓൾസോ കെപ്റ്റ് ദ നാഗാസ് എവേ ഫ്രം ദ ഫ്രീഡം മൂവ്മെൻറ്റ്. വൈൽ നാഗാസ് ടുക്ക് പ്ലേസ് While Nagas took part in the World War First. വേൾഡ് വാർ ഫസ്റ്റിൽ നാഗാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇറ്റ് വാസ് സെക്കൻഡ് വേൾഡ് വാറിലാണ് ഈ നാഗാസ് ഈ യുദ്ധവും മോഡേൺ വെപ്പൺസൊക്കെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ വാറിലായിരുന്നു നാഗാസ് ഈ ആർട്ട് ഓഫ് ഗറില്ല വാർഫെയർ എന്നുള്ളത് മാസ്റ്റർ ചെയ്തത്. ആർട്ട് ഓഫ് ഗറില്ല വാർഫെയർ എന്ന് പറഞ്ഞാൽ ഷേർഷാ സൂരിയാണ് ഇത് ജസ്റ്റ് ഫസ്റ്റ് ഇന്ത്യയിൽ, അത് ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്ന നമുക്ക് നോക്കാം, ഫസ്റ്റ് ഇന്ത്യയിൽ അത് കൊണ്ടുവന്നത്. ഒളിഞ്ഞു പോരാട്ടം എന്നാണ് പറയുക. അതായത് ഓപ്പോസിറ്റ് ഇപ്പോൾ രണ്ട് ടീമുണ്ട്. ഒരു ടീം നല്ല വെപ്പണിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും സോൾജേഴ്സിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നല്ല ശക്തന്മാരാണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് അതർ ടീം വന്നിട്ട് കുറച്ച് വീക്കാണ്, വൾണറബിൾ ആണെന്നുണ്ടെങ്കിൽ ആ വീക്ക് ടീം, കുറഞ്ഞ ആൾക്കാരുള്ള ടീം വന്ന് ഈ ഗറില്ല വാർഫെയർ
നടത്തും. കാരണം തല്ലിയിട്ട് ഒളിയുക, അങ്ങനെ ഒളിഞ്ഞു പോരാട്ടമായിരുന്നു അത്. അതാണ് ആർട്ട് ഓഫ് ഗറില്ല എന്ന് പറയുന്നത്. ആൻഡ് the Nagas mastered the art of guerrilla warfare when the invading Japanese army reached as far as Kohima before they were driven back by the Allied forces. അപ്പോൾ ജപ്പാനീസ് ആർമി ഇൻവേഡ് ചെയ്യുമ്പോഴാണ് ഇവർ ഈ നാഗാസ് ആർട്ട് ഓഫ് ഗറില്ല മാസ്റ്റർ ചെയ്തത്. ഈ ജപ്പാനീസ് ആർമി കൊഹിമ എത്തുന്ന മുന്നേ തന്നെ ഈ അലൈഡ് ഫോഴ്സസ് അവരെ പിന്നോട്ട് കൊണ്ടുപോകായിരുന്നു, അവരെ ബാക്ക് ചെയ്യായിരുന്നു. അക്കോർഡിംഗ് ടു റിസർച്ചേഴ്സ്, ഈ റിസർച്ചേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ വെപ്പൺസ്, ഈ ജപ്പാനീസ് ഫോഴ്സസ് വെപ്പൺസൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് അവരെ ഇതാക്കി വിടുന്ന സമയത്ത്, പുറകോട്ട് എടുക്കുന്ന സമയത്ത് ഈ വെപ്പൺസൊക്കെ അവർ അവിടെ വിട്ടിട്ട് പോകുമല്ലോ. അതുപോലെ ഈ അലീസിൻ്റെ വെപ്പൺസും ഉണ്ടാവും. ദാറ്റ് വെപ്പൺസ് ഗേവ് ദ നാഗാസ് ദ ആംസ് വിച്ച് ദേ ultimately used on Indian forces after British left. ബ്രിട്ടീഷ് പോയതിനു ശേഷം ഈ ആംസ് ആണ്, ഇല്ലെങ്കിൽ ഈ വെപ്പൺസ് ആണ് നാഗാസ് ഇന്ത്യൻ ഫോഴ്സസിന് അൾട്ടിമേറ്റ് ആയിട്ട് യൂസ് ചെയ്തത്. ദ സ്പാർക്ക്. In April 1945, the Naga Hills Tribal Council was formed under the aegis of C.R. Pawsey. Aegis എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്. അപ്പം 1945 ഏപ്രിലിൽ നാഗ ഹിൽസ് ട്രൈബൽ കൗൺസിൽ ഫോം ചെയ്തു. C.R. പൗസി ആയിരുന്നു അതിൻ്റെ ഹെഡ്. അദ്ദേഹം ആരാണ്? ദെൻ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻ ദ നാഗ ഹിൽസ് ഡിസ്ട്രിക്ട്. ദ കൗൺസിൽ വാസ് സെറ്റപ്പ് ഫോർ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആഫ്റ്റർ ദ വാർ. വാർ കഴിഞ്ഞ റിലീഫിനും റീഹാബിലിറ്റേഷനും വേണ്ടിയിട്ടാണ് ഈ കൗൺസിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. A year later, the council became a political outfit called the Naga National Council. ഒരു വർഷത്തിന് ശേഷം ഈ കൗൺസിൽ ഒരു പൊളിറ്റിക്കൽ കൗൺസിലായി. അതിൻ്റെ പേരാണ് നാഗ നാഷണൽ കൗൺസിൽ. ഇത് ഫോം ചെയ്തിട്ടുള്ളത് ടു ഫ്രെയിം ദ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ദ ന്യൂ ഇന്ത്യൻ ഗവൺമെൻറ്. ഈ ബ്രിട്ടീഷ് പോയതിനു ശേഷം പുതിയ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു നല്ല ടേംസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ NNC ഫോം ചെയ്തത്. It was the first time the Nagas had floated the idea of their nationality. In June 1946, the NNC passed a resolution against the grouping of Assam with Bengal. ഈ ബംഗാളും ആസാമും അവിടെയും ഗ്രൂപ്പിംഗ് ഒക്കെ ഉണ്ടാവും. ഗ്രൂപ്പിംഗ് ഫോം ചെയ്തതിന് ശേഷം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസൊല്യൂഷൻ NNC ജൂൺ 1946 പാസ് ചെയ്തു. ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷനാണ് ടു ഇന്ത്യ. ഇറ്റ് വാണ്ടഡ് ദ നാഗ ഹിൽസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ആസാം ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ആസാമിൽ ഈ നാഗ ഹിൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നായിരുന്നു അതിൻ്റെ മെയിൻ തീം. ബട്ട് ഓൾസോ സൗട്ട് വൈഡ് റേഞ്ചിങ് ഓട്ടോണമി. ഓട്ടോണമി മീൻസ് സ്വയം ഭരണം. ഫോളോയിങ് സെവറൽ റൗണ്ട്സ് ഓഫ് ടോക്സ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പ്രീമിയർ. ഇവിടെ പ്രീമിയർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയറൽ ടൈമിൽ പ്രൈം മിനിസ്റ്ററാണ് പ്രീമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറേ റൗണ്ട്സ് ഓഫ് ടോക്സ് ഉണ്ടായിരുന്നു. ഈ പ്രീമിയർ ഓഫ് ആസാമും സ്റ്റേറ്റ്സ് ഫസ്റ്റ് CM ഗോപിനാഥ് ബോർദോലായി അവരുമായിട്ട് കുറേ റൗണ്ട്സ് ഓഫ് ടോക്സ് ഉണ്ടായിരുന്നു. നാഗ ലീഡേഴ്സ് സൈൻ ദ കണ്ടൻഷ്യസ് 9-point agreement വിത്ത് സർ മുഹമ്മദ് സാലെ അക്ബർ ഹൈദാരി, ദ ദെൻ ഗവർണർ ഓഫ് ആസാം. അപ്പോഴത്തെ ഗവർണർ ഓഫ് ആസാം എന്ന് പറയുന്നത് സർ മുഹമ്മദ് സാലെ അക്ബാരി ഹൈദാരിയാണ്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് നാഗ ലീഡേഴ്സ് 9-point agreement സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അഗ്രിമെൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡഡ് ദ ജുഡീഷ്യൽ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആസ് വെൽ ആസ് ഓട്ടോണമി ഇൻ ലാൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ടു ദ നാഗാസ്. ഈ നാഗാസിന് ലാൻഡ് റിലേറ്റഡ് മാറ്റേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ഇത്. അവർ ഈ ജുഡീഷ്യൽ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഗ്രാൻഡ് ചെയ്യണം, അതേപോലെ സ്വയംഭരണം വേണം എന്നുള്ളതാണ്. However, the new Constituent Assembly refused to ratify the accord as it concluded that part guaranteed only a district autonomy within the Indian Constitution. പക്ഷേ ഈ ന്യൂ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ റാറ്റിഫൈനെ അല്ലെങ്കിൽ ഈ ഉടമ്പടിനെ അംഗീകരിക്കാൻ അവർ വിസമ്മതിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൺക്ലൂഷൻ പാർട്ടിൽ ഡിസ്ട്രിക്ട് ഓട്ടോണമി വിത്തിൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുത്തിട്ടുള്ളത് കാരണമായിരുന്നു ഇത് അവർ റെഫ്യൂസ് ചെയ്തത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദ റൈസ് ഓഫ് AZ ഫീസോ ഹാപ്പൻ. അതെന്താണെന്ന് നോക്കാം. Angami Naga from Konoma village near Kohima
ഫിസോ ഈസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് നാഗ ഇൻസർജൻസി. ഇൻസർജൻസി മീൻസ് കലാപം എന്നാണ്. അപ്പോൾ കൊഹിമയുടെ ഒരു വില്ലേജാണ് കൊനോമു. ഈ അങ്കാമി നാഗ എന്നുള്ളത് കൊനോമ വില്ലേജിൽ നിന്നാണ് വരുന്നത്. അവരാണ് ഫാദർ ഓഫ് നാഗാസ് ഇൻസർജൻസി എന്നറിയപ്പെടുന്നത്. അൻഗാമി നാഗ അദ്ദേഹമാണ് ഫാദർ ഓഫ് നാഗ ഇൻസർജൻസി എന്നറിയപ്പെടുന്നത്. എ ഹാർഡ് ലൈൻ നാഗ ഹു വാണ്ടഡ് നത്തിങ് ബട്ട് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫോർ ദ നാഗാസ്. അവർക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഈ നാഗാസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ള ആവശ്യം മാത്രമേ അവർ മുന്നിൽ വെച്ചുള്ളൂ. In July 1947, a Naga delegation led by Fiso met Mahatma Gandhi in Delhi on their demand for independence. അപ്പോൾ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫീസോ മഹാത്മാഗാന്ധിജീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1947 ജൂലൈയിൽ. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ആ മീറ്റിംഗ് നടന്നത്. ഇൻഡിപെൻഡൻസ് ഡിമാൻഡ് ചെയ്തിട്ടായിരുന്നു ആ മീറ്റിംഗ്. ഗാന്ധി ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് സെഡ് ദ നാഗാസ് ഹാവ് എവറി റൈറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആസ് പെർ റിപ്പോർട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിരുന്നു, നാഗാസിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാനോ സ്വതന്ത്രമായിരിക്കാനുള്ള എല്ലാ അവകാശവും നാഗാസിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു however termed the Naga NNC demand for independence as absurd and said it's doubtful whether the Nagas realize the consequences of what they are asking for. പക്ഷേ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ NNCയുടെ ഡിമാൻഡ്, ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് അബ്സേർഡാണ്, അത് പോയിന്റ്ലെസ് ആണ്. അതുമാത്രമല്ല ഫർദർ അവർക്ക് അഥവാ അങ്ങനെ കൊടുത്താലും കോൺസിക്വൻസസ്, നാഗാസ് ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസസ് ഡൗട്ട്ഫുൾ ആയിരിക്കും, അത് കുറച്ച് രൂക്ഷമായിരിക്കും എന്ന് പറഞ്ഞു. അവർ ചോദിക്കുന്നതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നാഗാസ് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണെന്നാണ് നെഹ്റുജി പറഞ്ഞത്. ഫോർ ദെയർ പ്രസൻറ്റ് ഡിമാൻഡ് വുഡ് റൂയിൻ ദം, ബട്ട് ദ NNC ഡിക്ലറേഷൻ signaled the beginning of a long drawn battle by the Nagas. അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജിൽ ഈ ഡിമാൻഡ് അവരെ റൂയിൻ ചെയ്യും എന്നും പറഞ്ഞായിരുന്നു. പക്ഷേ NNCയുടെ ഡിക്ലറേഷൻ ഒരു ലോങ് ഡ്രോൺ ബാറ്റിൽ, ഈ നാഗാസ് ഒരു ലോങ് ഡ്രോൺ ബാറ്റിലിന് തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫിസോ ട്വൈസ് മെറ്റ് നെഹ്റു ബിഫോർ ഹി വാസ് അറസ്റ്റഡ് ഇൻ ബർമ. അതായത് ഇപ്പോഴത്തെ മ്യാൻമാറിനാണ് ബർമ എന്ന് പറയുന്നത്. ഈ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബർമയിൽ വെച്ചിട്ട്. അറസ്റ്റ് ചെയ്യുന്ന മുന്നേ നെഹ്റുവിനെ 2 വട്ടം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസോ എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ലേറ്റർ ഹി എസ്കേപ്പ് ടു ഈസ്റ്റ് പാകിസ്ഥാൻ ബിഫോർ റീച്ചിങ് ലണ്ടൻ. ലണ്ടൻ എത്തുന്നതിന് മുന്നേ ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് എസ്കേപ്പായി പോയി. ഇൻ ബിറ്റ്വീൻ ഹി ടുക്ക് ഫുൾ കൺട്രോൾ ഓഫ് NNC. ഈ കാലയളവിൽ NNCയുടെ ഫുൾ കൺട്രോൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു വോട്ട്, പ്ലെബിസൈറ്റ് മീൻസ് വോട്ടാണ്, ഈ നാഗാസിൻ്റെ ഇടയിൽ ഒരു വോട്ട് അവർ ഓർഗനൈസ് ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോട്ട് ഓർഗനൈസ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഓർഗനൈസ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസ്, ഇന്ത്യൻ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ലേറ്റർ ഈവൺ ഫോം ദ ഫെഡറൽ ഗവൺമെൻറ് ഓഫ് നാഗാലാൻഡ് വിത്ത് ആൻ ആർമി വിങ് ഓഫ് ഇറ്റ്സ് ഓൺ. അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ആർമി വിങ്ങും ഓടുകൂടി ഒരു നാഗാലാൻഡ് ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ അതിനുശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. വയലൻസ് സൂൺ ബ്രോക്ക് ഔട്ട് ഇൻ ദ നാഗാ ഹിൽസ്, ദെൻ പാർട്ട് ഓഫ് ആസാം. അതിനുശേഷം അവിടെ നാഗാ ഹിൽസിന് വയലൻസ് പെട്ടെന്ന് തന്നെ അതിനുശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പോർഷൻ കൂടെ എടുക്കാനുണ്ട്. ബർത്ത് ഓഫ് നാഗാലാൻഡ് സ്റ്റേറ്റ്, എങ്ങനെയാണ് നാഗാലാൻഡ് സ്റ്റേറ്റ് ഫോം ചെയ്തത്, അതിനുശേഷമാണ് ഈ നാഗാലാൻഡ് സ്റ്റേറ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ 2 വീഡിയോസിലായിട്ടാണ് എനിക്ക് ഇത് ഫുള്ളാക്കാൻ പറ്റുള്ളൂ. നാഗാലാൻഡ് ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി പോർഷൻ കുറച്ചും കൂടി ഉണ്ടാവും, ഒരു 2-3 ടോപ്പിക്സും കൂടി ഉണ്ടാവും. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നാഗാലാൻഡ് സ്റ്റേറ്റിൻ്റെ ഇൻസർജൻസി കഴിയും. സോ ഈ വീഡിയോ ഇതോടെ തീരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ബർത്ത് ഓഫ് നാഗാലാൻഡ് സ്റ്റേറ്റും സോ ഓൺ ടോപ്പിക്സും എടുക്കാം. താങ്ക് യു.